തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിലെ ശിക്ഷാവിധിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. വൈദ്യപരിശോധന പൂർത്തിയാക്കി ഗ്രീഷ്മയെ ഉടൻ കോടതിയിലെത്തിക്കും. വിധി കേൾക്കാൻ ഷാരോൺ രാജിന്റെ മാതാപിതാക്കളും കോടതിയിലെത്തും. വിവരങ്ങളുമായി കോടതിക്ക് മുന്നിൽ റഹീസ് റഷീദ് ഉണ്ട്. ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ്. കേരളം കാത്തിരിക്കുന്ന വിധി പ്രസ്താവമാണ്. എപ്പോഴേക്ക് ഗ്രീഷ്മയെ കോടതിയിലേക്ക് എത്തിക്കും? ഗ്രീഷ്മയുമായുള്ള പോലീസിന്റെ വാഹന വ്യൂഹം നെയ്യാറ്റിൻകര കോടതിയുടെ അടുത്തെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഏതാനും മിനിറ്റുകൾക്കകം, അതായത് ഒരു 3-4 മിനിറ്റിനുള്ളിൽ ആ വാഹനം, ഗ്രീഷ്മയുമായിട്ടുള്ള പോലീസ് വാഹനം നെയ്യാറ്റിൻകര കോടതിയുടെ അകത്തേക്ക് കയറും. വൈദ്യപരിശോധനയും മറ്റും പൂർത്തിയാക്കി കഴിഞ്ഞു. ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നെയ്യാറ്റിൻകര ടൗണിന് അടുത്തേക്ക് വാഹനം എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ കേസിൽ ഗ്രീഷ്മയുടെ വെറുതെ വിട്ട ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും അടക്കമുള്ള ആളുകൾ വിധി കേൾക്കാൻ വേണ്ടി കോടതിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സുജയ പറഞ്ഞതുപോലെ കേരളം ഞെട്ടലോടെ കണ്ട ഒരു കൊലപാതകം. അതുകൊണ്ട് തന്നെ എന്താണ് അതിലെ പ്രതിക്ക് കോടതി ശിക്ഷ നൽകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ മലയാളിക്ക് മുഴുവനുള്ള ഒരു കേസ്. എന്ത് ശിക്ഷ നൽകും ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് AM ബഷീർ എന്ന് 11 മണിയോടുകൂടി തന്നെ അറിയാൻ സാധിക്കും. പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂട്ടർ M വിനീത് കുമാർ കോടതിക്ക് മുന്നിലെ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ ഉന്നയിച്ചത്. അതിൽ ഒരു ഡെവിൾ മൈൻഡുള്ള ഒരാളാണ് ഗ്രീഷ്മ. 22 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്നേഹം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെ സ്നേഹം നടിച്ച് കൊന്നു കളഞ്ഞു. ആ സ്നേഹത്തിനുള്ള ഒരു സ്നേഹത്തിൻ്റെ വില പോലും നൽകാതെ കൊന്നു കളഞ്ഞു എന്നാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. വാഹനം വരുന്നുണ്ട്. ഗ്രീഷ്മയുമായിട്ടുള്ള വാഹന വ്യൂഹം ഇതാ ഈ കടന്നു വരുന്നു നെയ്യാറ്റിൻകര കോടതി പരിസരത്തേക്ക്. ഈ ഷാരോൺ രാജ് വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് തത്സമയം ദൃശ്യങ്ങളിൽ കാണുന്നത്. ആദ്യം ഒരു പോലീസ് വാഹനത്തിനകത്ത് ഗ്രീഷ്മ ഉണ്ട്. പോലീസിൻ്റെ വാനാണ്. ഈ വാനകത്ത് ഗ്രീഷ്മയെ നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്തെ പ്രതി ഇരിക്കുന്നു. തൊട്ട് പിറകെ മറ്റൊരു പോലീസ് വാഹനം കൂടി, അത് എസ്കോർട്ട് വന്ന പോലീസ് വാഹനമാണ്. നെയ്യാറ്റിൻകര കോടതി പരിസരത്ത് ഒന്നാം പ്രതി ഗ്രീഷ്മയും കൊണ്ടുവന്ന പോലീസിൻ്റെ വാൻ നിർത്തുന്നു. ഇപ്പോൾ ഏതാനും അതിനകത്ത് ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കുകയാണ്. പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ ശിക്ഷ എന്തെന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നിർവഹിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ 38 വയസ്സാകുമ്പോൾ തനിക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്ന് വരെ ഗ്രീഷ്മ പറഞ്ഞതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗ്രീഷ്മ ഇതാ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. റഹീസ് റഷീദ്, തുടരാം. ഗ്രീഷ്മ കോടതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു കറുത്ത കളറുള്ള ഒരു ചുരിദാറിട്ട് ഗ്രീഷ്മ വാഹനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഗ്രീഷ്മയും കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കോടതിക്കകത്തേക്ക് കയറിക്കഴിഞ്ഞു. ഇനി 11 മണി. ഇതിൽ വിധി പറയേണ്ട ജഡ്ജി കഴിഞ്ഞ ദിവസം കുറച്ച് നേരത്തെ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാഹനം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം ജഡ്ജിയും എത്തും. അതിനുശേഷം കോടതി നടപടികൾ തുടങ്ങും. കോടതി നടപടികൾ തുടങ്ങുമ്പോൾ പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം 22 വയസ്സുള്ളപ്പോൾ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്തു പോയ ഒരു കൊലപാതകമാണ്. ഇപ്പോൾ 24 വയസ്സ് മാത്രമാണ് പ്രതിക്കുള്ളത്. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, PG ഉണ്ട്. ഇനി തുടർ പഠനത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമേ പ്രതിക്ക് നൽകാവൂ എന്നതാണ് പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ പ്രോസിക്യൂഷൻ ഇത് ഡെവിൾ മൈൻഡുള്ള ഒരു പ്രതിയാണ്, മനസ്സാണ് ഗ്രീഷ്മയ്ക്ക് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഷാരോൺ വധക്കേസിൽ പരമാവധി ഇളവ് വേണം ശിക്ഷയിൽ എന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ ആ വാദം ഖണ്ഡിക്കുന്നതിനായി സാഹചര്യ തെളിവുകൾ മാത്രമല്ലേ ഈ കേസിലുള്ളൂ, വധശിക്ഷ നൽകാൻ കഴിയില്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചത്.
ശിക്ഷാവിധിക്ക് മുമ്പ് നടന്ന വാദത്തിൽ ഇക്കാര്യങ്ങൾ പ്രതിഭാഗം വ്യക്തമാക്കുകയും ചെയ്തു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതിയിൽ ശിക്ഷാവിധിക്ക് മുമ്പുള്ള വാദത്തിൽ പ്രധാനമായും ഒന്നാം പ്രതി ഗ്രീഷ്മ ഉന്നയിച്ചത് ഇനിയും പഠിക്കണം, ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം എന്ന കാര്യങ്ങളാണ്. 24 വയസ്സേ പ്രായമുള്ളൂ, പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ രേഖകൾ വരെ കോടതിക്ക് കൈമാറുകയായിരുന്നു ഗ്രീഷ്മ. വധശിക്ഷ നൽകണം എന്നുള്ളത് പ്രതിഭാഗം പല കാര്യങ്ങൾ ഉയർത്തി ചൂണ്ടിക്കാട്ടുമ്പോൾ ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലവട്ടം ശ്രമിച്ചു. ആത്മഹത്യാ പ്രവണത പോലും ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിനായി തയ്യാറാക്കിയ ദ്രാവകമാണ് ഷാരോൺ എടുത്ത് കുടിച്ചത് എന്നതുവരെ വാദിച്ചു വെച്ചിരിക്കുകയല്ലേ റഹീസ്? അതാണ്, ഏത് വിധേനയും പരമാവധി ശിക്ഷ ലഭിക്കുന്നത് ഒഴിവാക്കുക എന്ന പ്രതിഭാഗത്തിൻ്റെ നീക്കങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പല കാര്യങ്ങളുമാണ് കോടതിയുടെ മുന്നിൽ പ്രതിഭാഗം പറഞ്ഞത്. അതൊരു സാധാരണ നടപടിക്രമവുമാണ്. പക്ഷെ കോടതി ഇത് മുഖവിലക്കെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. ഇതിൽ 4 കുറ്റങ്ങളാണ് പ്രധാനമായും ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. ഒന്ന് ഗൂഢാലോചനയാണ്, മറ്റൊന്ന് കൊലപാതകമാണ്, മറ്റൊന്ന് അതിനുശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ച തെളിവുകൾ നശിപ്പിക്കലാണ്,